ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് ആഫ്രിക്കൻ പെയിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ തുണി താഴെ വെക്കുക, സ്കെച്ച് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്കെച്ച് അടിക്കാനുള്ള പേപ്പർ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുക്കുകയാണ്. സ്കെച്ച് എടുത്താൽ ഇതേ രീതിയിലാവും ഉണ്ടാവുക. ഇനി നമുക്ക് ആവശ്യമായത് പേൾ കളറാണ്. അതേപോലെ തന്നെ ബ്രഷ് വേണം, 2 തരം ബ്രഷ് വേണം. ഒന്ന് പരന്ന ഐറ്റം ബ്രഷും ഒന്ന് ഒരു കൂർത്ത ഐറ്റം ബ്രഷും, ഇങ്ങനെ 2 രീതിയിലുള്ള ബ്രഷ് വേണം. ഇനി നമ്മൾ ഈ കളറ് മിക്സ് ചെയ്യണേ. കളറ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 5 ഡ്രോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും എടുക്കരുത്, അപ്പോൾ കളറ് വേസ്റ്റായി വരും. നമ്മളിതേപോലെ ജസ്റ്റ് ഓരോ തുള്ളി വെള്ളം കൂട്ടുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മളത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ തടില്ലാത്ത ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്യുക. ഇങ്ങനെ മുഴുവനായിട്ട് ആദ്യം റോസ് വരുന്ന ഭാഗത്തൊക്കെ റോസ് കൊടുക്കുക. ഇനി ഇതേപോലെ നമ്മൾ ലേശം മഞ്ഞ പേൾ കളറ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഓരോ ഡ്രോപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ റോസ് കൊടുത്ത പോലെ തന്നെ നമ്മൾ ഈ മഞ്ഞ കൊടുക്കുകയാണ്. ഇനി മുഴുവനായി മഞ്ഞ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലാക്കും വൈറ്റും കളറാണ് മിക്സ് ചെയ്യേണ്ടത്. എന്നാലാണ് ഈ രീതിയിലുള്ള കളറ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 2 ഡ്രോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ലൂസാണ് ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ബാക്കി ഇതേപോലെ നമ്മൾ റോസും മഞ്ഞൊക്കെ കൊടുത്ത പോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ രീതിയിൽ കളർ ചെയ്ത് കൊടുക്കുക.
ആർക്കെങ്കിലും ഫാബ്രിക്കിൻ്റെ ഇതേപോലെയുള്ള പൈൻറ്റിങ്ങിൻ്റെ ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അസാപ്പിൻ്റെ ക്ലാസ് ഉണ്ടാവും. അത് തവനൂർ സ്കിൽ പാർക്കിൽ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ആ കോഴ്സിൻ്റെ ലിങ്കും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ വിളിച്ച് കണ്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള വിവരം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ, സീ യു.